നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ, അതായത് സംസ്ഥാനത്തെ ഒരു ഗഡു പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ, അതായത് മറ്റന്നാൾ മുതൽ ഈ ഒരു തുക ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ വാങ്ങുന്ന 27 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അക്കൗണ്ടുകൾ വഴിയുള്ള പെൻഷൻ വിതരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നിക്ഷേപിക്കുവാൻ സാധിക്കും. തിങ്കളാഴ്ച മുതൽ പെൻഷൻ കിട്ടിത്തുടങ്ങുമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാലാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള 62 ലക്ഷത്തോളം ആളുകളായിരിക്കും ഈ ഒരു പെൻഷൻ തുകയുടെ ഗുണഭോക്താക്കൾ. നമുക്കറിയാം, ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായി പെൻഷൻ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. 1600 രൂപ വീതമാണ് എല്ലാ മാസവും ഇത്തരത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കും ഈ ഒരു തുക തിങ്കളാഴ്ചയോടുകൂടി അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കി വരുന്ന സംസ്ഥാനമാണ് കേരളം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് 33,800 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇനിയും കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. 2025 പെൻഷൻ വർധനവും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ അറിയിപ്പുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക.